യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, കറുപ്പ് അത്ര കറുപ്പൊന്നുമല്ല. ആക്ച്വലി സിനിമ കണ്ടപ്പോൾ തോന്നിയൊരു ഫീലിംഗ്, ഇതിന് ആക്ച്വലി പേര് കൊടുക്കുന്നത് കറുപ്പായിരുന്നില്ല. ഒരു ചുമപ്പോ അല്ലെങ്കിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ ഉണക്കമുളകോ എന്നൊക്കെയാണ് കൊടുക്കേണ്ടിയിരുന്നത്. ട്രെയിലർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടും ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. ഫുള്ളും മുളക് പൊടി എടുത്ത് ഇങ്ങോട്ട് പറയുന്നത് കളിക്കുകയാണ് സൂര്യ അവിടെ. യെസ്, സൂര്യനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് സൂര്യയുടെ ഒരു പ്രോപ്പർ കംബാക്ക് തന്നെയാണ് ഈ ഒരു സിനിമ. ഇതിന് മുൻപ് ഇറങ്ങിയ സിനിമ അറിയാമല്ലേ, ഒരു റിവ്യൂ കണ്ടിരുന്നല്ലോ നിങ്ങൾ. എടുത്തിട്ട് ഇടിക്കാൻ തോന്നിയ ഒരു സിനിമയായിരുന്നു ഇതിന് മുൻപ് ഇറങ്ങിയത് സൂര്യയുടേത്. സൂര്യയുടെ 47ാമത്തെ 45ാമത്തെ ഐ തിങ്ക് 45ാമത്തെ പടമാണിത് നായകനായിട്ട് വരുന്നത്. ഒരു കംബാക്ക് സിനിമ തന്നെയാണ്. ഫാൻസിന് പറ്റിയ നല്ല ഒരു സിനിമയായിട്ടാണ് റിവ്യൂസൊക്കെ പറയുന്നത്. മിക്സഡ് റിവ്യൂസാണ് ഒക്കെ പറയുന്നത്. കാരണം ഒന്നാമത് ഇന്ന് റിലീസായിട്ടുള്ളൂ. നാളെ ആകുമ്പോഴാണ് കുറച്ചും കൂടി ഫാമിലി പിന്നെ സാധാരണക്കാരൊക്കെ വന്ന് സിനിമ കാണുന്നത്. ഇപ്പോൾ ഇത് റിലീസിങ് ആ ഒരു ഫാൻസാണല്ലോ ഇപ്പോൾ ഒന്ന് കാണാം. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ചാത്തെന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ ഒരു അഡ്വക്കേറ്റ് ദേഹത്തേക്ക് ഒരു ദൈവ അങ്ങോട്ട് കയറാണ്, ഭഗവാൻ അങ്ങോട്ട് കയറാണ്. പിന്നെ കോടതി മുറിയിൽ നിന്ന് ഭഗവാൻ നിന്ന് എന്താ പറയുക വാദിക്കാണ് ജഡ്ജിയുടെ അടുത്ത്. എന്തിനാണ് അറിഞ്ഞൂടെ. ടു ബി ഹോണസ്റ്റ്, മെയ് 14 ഇറങ്ങേണ്ട സിനിമ മെയ് 15 തീയതിയാണ് റിലീസായത്. അതിൻ്റെ പിന്നിൽ കുറച്ച് കോൺട്രവേഴ്സീസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പേയ്മെൻറ്റ് ഇഷ്യൂസ് കാരണം പ്രൊഡക്ഷൻ ഹൗസ് ഹോൾഡ് ചെയ്ത് വെച്ചു. കാശ് കിട്ടിയിട്ട് തന്നിട്ട് നീ അത് റിലീസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ബാലാജിയുടെ അടുത്ത് പറഞ്ഞു. ബാലാജി അപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാം ലൈവിൽ വന്നിട്ട് കരച്ചിൽ. അങ്ങനെ മെയ് 15 റിലീസായി. റിവ്യൂസ് പറഞ്ഞ പോലെ മിക്സാണ്, കാണാതിരിക്കാൻ നിങ്ങളുടെയൊക്കെ ഇഷ്ടം. പക്ഷേ ഇതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടൻ വർക്ക് ചെയ്തവരുടെ കുറച്ചൊരു ലിസ്റ്റ്, പിന്നെ എൻ്റെ സിനോപ്സിസ് ഞാൻ വായിച്ചു തരാം. സിനോപ്സിസ് വായിക്കുന്നത്: ലോയർ ബിക്കംസ് പൊസസ്ഡ് ബൈ എ ഡീറ്റി ആൻഡ് ബാറ്റിൽസ് ഇൻജസ്റ്റിസ് എഫക്റ്റിംഗ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു ലോയർ സമയത്ത് കുടികളാണ്. കാരണം അതെന്ന് അറിയാമല്ലോ, കുടിയേറിയിരുന്ന വിജയ് ഇപ്പോൾ മുഖ്യമന്ത്രിയായി മാറി. ആ കക്ഷിയുടെ മേത്ത് കയറാൻ പറ്റത്തില്ല. സോ അതന്നെ. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ RJ ബാലാജി. റൈറ്ററിൻ്റെ കൂടെ TS ഗോപി, കൃഷ്ണൻ, പിന്നെ വേറെ കുറച്ച് പേര് എഴുതിയതുണ്ട്. ബട്ട് RJ ബാലാജിയാണ് ഹൈലൈറ്റിൽ നിൽക്കുന്നത്. പുള്ളിക്കാരനാണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കരഞ്ഞത്. ആക്ടേഴ്സ്: സൂര്യ, തൃശ്യ, ജോർജ് മായൻ, യോഗി ബാബു, ശ്വേത, RJ ബാലാജി, ഓഫ് കോഴ്സ് നാട്ടരാജ് സുബ്രഹ്മണ്യം, ഇന്ദ്രൻസ്. മലയാളികളൊക്കെ നല്ല രീതിയിൽ കസറിയിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. സ്വാസിക, മൻസൂർ അലി ഖാൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ലോകേഷ് കനകാരി സിനിമയിൽ ഒരു ഡയലോഗ് അടിച്ചിരുന്നല്ലോ പുള്ളിക്കാരൻ. നമ്മുടെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇപ്പോഴാണ് വരുന്നത്. യൂസർ റിവ്യൂസ് 10 സ്റ്റാർ, 1 സ്റ്റാർ. ഇവനെ നമുക്ക് നോക്കാം. ദിസ് മൂവി ഈസ് എൻ അബ്സല്യൂട്ട് ഡിസാസ്റ്റർ വിത്ത് എ ഹിലേറിയസ്ലി ബാഡ് സ്ക്രിപ്റ്റ്. അങ്ങനെ അഭിപ്രായം പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. The core concept is just mind numbing. എനിക്ക് തോന്നുന്ന ഒരു ബാധ കയറുമ്പോഴുള്ള ഇതായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. 2 കുത്ത്. God comes down as a lawyer and artificially handicaps himself by promising the villain he won't use his powers. Then without any logic or explanation he just breaks the promise. അവിടെ ദൈവമില്ല, ഞങ്ങൾക്ക് എന്തോ ആവുമല്ലോ. സോ വാട്ട് ഇസ് എ പോയിന്റ്. അതർ ഫിലിംസ് നോ ഹൗ ടു റൈറ്റ് എ ലോജിക്കൽ ട്വിസ്റ്റ്. നീ ബാലാജിനെയല്ലേ, RJ ബാലാജിനെയല്ലേ കുറ്റം പറയണത്. ബട്ട് ദ റൈറ്റേഴ്സ് ഹിയർ ജസ്റ്റ് ഗേവ് അപ്പ്. RJ ബാലാജി, ദിസ് ഇസ് ഫോർ യു. ടു മേക്ക് ഇറ്റ് വേഴ്സ്, ദ വിഷ്വൽ എഫക്ട്സ് ആർ കംപ്ലീറ്റ്ലി ഡെഡ്. സമ്മതിക്കണം, പക്ഷെ BGM അടിപൊളിയായിരുന്നു കേട്ടോ. It looked like someone just smeared red paint everywhere instead of rendering actual CGI. സത്യം, മുളക് പൊടി, ഉണക്കമുളക് ഇതന്നെയാണ് ഫുൾ ടൈം ഇട്ട് വാരി വേദന അറിയിക്കളെ. കറുപ്പ് നല്ല സിനിമ പേര് ഒരു ചുമപ്പെന്നോ ഉണക്കമുളകെന്നോ മുളക് പൊടി എന്നൊക്കെ ആയിരിക്കും നല്ലത്. ദി എക്സിക്യൂഷൻ വാസ് സോ unintentionally funny that everyone was just laughing at how terrible it was.
വളരെ നല്ലതല്ലേ? ചിരി വളരെ നല്ലതാണ്, ആരോഗ്യം കൂടും. ആബ്സല്യൂട്ട് ബ്രെയിൻ റോട്ട് ആൻഡ് എ ടോട്ടൽ വേസ്റ്റ് ഓഫ് ടൈം. ഇവന് ഒരു സ്റ്റാറേ കൊടുത്തിട്ടുള്ളൂ. മെയ് 15 സിനിമ കണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ റിലീസ് ടൈമിൽ. ഒരുത്തിന് ഇതിൽ മെയ് 14 റിവ്യൂ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണാവോ? പടം ഇറങ്ങിയത് മെയ് 15, പക്ഷേ റിവ്യൂ ഇട്ടത് മെയ് 14. എങ്ങനെയാണോ ആവോ. നൗ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ച് അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള റിവ്യൂ വായിച്ചു നോക്കാം. Surya's acting is amazing in every one of his movies. The character he plays in the story adds excitement to the story and plays a very important role in the success of the movie. R.J. Balaji Laverius has neatly depicted the money-obsessed lawyer who delivers justice to the people in the film. Sai Abhishankar's music is wonderful. എന്തത് LKG പിള്ളേരെ പോലെയാണ് ഇവർ റിവ്യൂ ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടില്ല ഇങ്ങോട്ടുമില്ല. ഒരെണ്ണം കൂടി വായിക്കാം. ഇതെടുക്കും. കെവിൻ എഴുതിയത് എന്താണെന്ന് നോക്കാം. The film is so amazing from start to finish. Each scene was goosebumps. മറ്റവന് നേരെ എതിരാണല്ലോ പറഞ്ഞിരിക്കണേ. And the story makes us travel along with its core plot of the film. It's beautiful, said and executed by R.J. Balaji. Hats off to you. Surya fan ആണല്ലോ അങ്ങനെ വിളിക്കാന്. Coming to direction, R.J. Balaji has delivered a blockbuster film crafted, written and directed so well. It was an extraordinary stuff. No lag, nothing, just a pure cinema from him. Hats off, and him playing the villain was extraordinary. അത് വലിയ കാര്യമില്ല. കമലഹാസൻ അറിയാമല്ല, നടന്മാർ ഉണ്ടായിട്ടാണ് അവൻ 3 വില്ലൻ നായകൻ, പുലക നായകൻ. ആ സിനിമ ഉണ്ടല്ലോ, പേരും പറഞ്ഞ് റഷ്യയുടെ ആ സുനാമയ്ക്ക് വരുന്ന പണ്ടാരം. എന്നിട്ട് ജാക്കി ചാൻ വരെ കളിയാക്കി. തമിഴ് സിനിമകൾ നിങ്ങൾക്ക് എന്താ പറയുക, നടന്മാർ ഇത്രയും ഷോർട്ടേജ് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വിളിക്കായിരുന്നില്ലേ, ഞാൻ വരുമായിരുന്നില്ല ജാക്കി ചാൻ അന്ന് പറഞ്ഞിരുന്നത്. Surya sir, what a performance. Each and every scene was goosebumps and top-notch acting. Everything was so perfect. All the other actors have performed amazing. Karp is a blockbuster film to enjoy in theaters by all the audience. It is a blast. പൊട്ടാസിൻ്റെ ഒരു ചിഹ്നം 10 out of 10. ഇതൊന്നും ഹോണസ്റ്റ് റിവ്യൂ ആയിട്ട് കൂട്ടാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു സുഖമില്ല. മാസ്, ജസ്റ്റിസ്, ആക്ടിങ്, മ്യൂസിക്, പെർഫെക്റ്റ് ഫാമിലി എൻ്റർടൈനർ. നെവർ. ഫാമിലിക്ക് എനിക്ക് തോന്നുന്നില്ല ഫാമിലി ആയിട്ട് ഇഷ്ടപ്പെട്ട് പോകുന്നുള്ളത്. കാരണം ഫാമിലി പോയി കണ്ടതിൻ്റെ ഒരു റിവ്യൂ ഞാൻ കണ്ടു യൂട്യൂബിൽ. അത് വളരെ മോശമായിട്ടാണ് കക്ഷി പറഞ്ഞത്. പക്ഷേ ഓവറോൾ ആവറേജ്, അബോവ് ആവറേജ്, ബിലോ ആവറേജ്, ഇതിൻ്റെ ഇടയിലിട്ട് കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പടം. ഇറ്റ്സ് ടു ഏർലി ടു സേ പടം എവിടെ ഇരിക്കണമെന്നുള്ളത്. പക്ഷേ എനിക്കിപ്പോഴും തോന്നുന്നു ഇതിനോടല്ല ഇപ്പോൾ റഷ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ടോവിനോ തോമസിൻ്റെ ആ ഒരു സിനിമയ്ക്ക് അതിരടി യെസ്, അതിന് ഇപ്പോഴും തിരക്കുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ റണ്ണിങ്. മോഹിനിയാട്ടം ഈസ് ഓൾസോ റണ്ണിങ്. സോ ഐ ഡോണ്ട് തിങ്ക് സൂര്യ ഇസ് ഗോൺ ഈ ഒരു കറുപ്പ് വന്ന സിനിമ ഈ ഒരു വാരം കഷ്ടിച്ച് തകർക്കുമെന്നുള്ളത് ഐ തിങ്ക് കണ്ടറിയാം. ഐ എം ഈഗർ ടു സീ എന്ത് സംഭവിക്കുമെന്നുള്ളത്. സോ പടത്തിൻ്റെ ഓവറോൾ യെസ്, ഇഫ് യു വോണ്ട് വാച്ച് ഗോ ഹെഡ് ആൻഡ് വാച്ച്, ഇഫ് യു ഡോണ്ട് വോണ്ട് വാച്ച് ഡോണ്ട് വാച്ച്. അങ്ങനത്തെ ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത റിവ്യൂവിൽ വരാം. മെയ് 21 ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അന്നാണ് ധ്യാനത്തിന് പോയ ജോർജ് കുട്ടിയുടെ അവസാനത്തെ കഥ തിരക്കഥയൊക്കെ വരുന്നത്. അറിയാം ഇനി അതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. ഹാറ്റ്സ് ഓഫ് ഗൈസ് ആൻഡ് ഗുഡ് നൈറ്റ്.